സാറേ, അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരുന്ന എന്നെ. എന്തു സാഹചര്യം, എന്തു മാരകായുധം! നിങ്ങൾ തിരുമേനിയെ വിലങ്ങ് വെക്കാൻ വന്നതല്ലേ? എന്നിട്ടിപ്പോൾ എന്തു പറ്റി? കിട്ടിയില്ല അല്ലേ? സാർ ഒരു കാര്യം ചെയ്യും, തിരുമേനിയെ പിടികിട്ടാ പുള്ളിയായിട്ടങ്ങ് പ്രഖ്യാപിക്കും. എന്താ പരിഹസിക്കുക? അല്ല, സ്തുതിഗീതം പാടുകയാ. എടോ, വിലങ്ങ് വെക്കാൻ വന്ന നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴ്ത്താനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. അല്ല, വാദി പ്രതിയാ, ഇത് കൊള്ളാമല്ലോ. അതേടോ, IPC 446 പ്രകാരം നിയമാനുസൃതമല്ലാത്ത കടന്നുകയറ്റം, 216 പ്രകാരം നിരപരാധിയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കൽ. തീർന്നില്ല, മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പേരുകേട്ട ഒരു ഗുണ്ടയെ കൂട്ടുപിടിച്ചത് മറ്റൊരു കുറ്റം. പോരെ, അഴിക്കുള്ളിൽ കിടന്നുണ്ട തിന്നാൻ ഇത്രയും പോരെ? നിയമം പറഞ്ഞ് നമ്മെ ശിക്ഷിക്കാൻ ഇയാൾ ആരാ? ഞാൻ ആരാണെന്ന് തനിക്കറിയണം അല്ലേ? എടോ, വാറ്റുചാരായം ഉണ്ടാക്കിക്കൊടുത്ത് പാവപ്പെട്ടവന്റെ ജീവൻ പണയം വെച്ച് പണക്കാരനായ താൻ, സഭാസ്നേഹത്തിന്റെ പേരിൽ ദ്രോഹം ചെയ്യുന്ന പകൽമാന്യനായ താൻ, പ്രമാണി ചമഞ്ഞ് സഭയെയും സമുദായത്തെയും ചൂഷണം ചെയ്യുന്ന താൻ, അധികാര കസേരയിലിരുന്ന് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന താൻ, ഞാൻ ആരാണെന്നറിയുന്നത് നല്ലതാ. സാറേ, ഇയാൾ കഷ്ടപ്പെട്ട് പഠിച്ച് നിയമബിരുദം നേടി കഴിയും വിധം ജനസേവ ചെയ്യുന്ന ഒരു വക്കീൽ, ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ. കേട്ടിട്ടുണ്ടോ താൻ? സാറേ ക്ഷമിക്കണം, ആളറിയാതെ. വാ സാറേ, നമുക്ക് വാ. അവര് പോയി പാപ്പി, ഇനി പാപ്പി ശ്വാസം വിടും. വക്കീൽ സാർ ഇപ്പോൾ വന്നത് നന്നായി. ഞാൻ കവലയിൽ വന്നപ്പോൾ അറിഞ്ഞു പോലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അല്ല സാറേ, പോലീസ് എന്തിനാ തിരുമേനി അങ്ങൊന്നിനെ വിലങ്ങ് വെക്കാൻ വന്നത്? അതൊരു പഴയ കേസാ. തിരുമേനി പണ്ട് കോട്ടയം പഴയ സെമിനാരി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ സ്കൂൾ ആവശ്യത്തിനായി പുളിക്കീഴ് തോമാച്ചന്റെ കയ്യിൽ നിന്ന് 5000 രൂപ കടമെടുത്തിരുന്നു. പറഞ്ഞ സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് അയാൾ കേസ് കൊടുത്തു. പുനരൈക്യത്തിന് ശേഷം മുണ്ടമലയിലെ വസ്തുവകൾ തിരിച്ചെടുക്കാൻ ശ്രമിച്ചുവെന്ന കള്ളക്കേസുമുണ്ട്. ഈ കേസും അറസ്റ്റും തിരുമേനിയുടെ വിദേശയാത്ര മുടക്കാൻ വേണ്ടി തന്നെയാ. ആ ആട്ടെ, ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. സമയം അധികമായി, അത്താഴം കഴിക്കണ്ടേ? വേണ്ട, മനസ്സിനാകെ ഒരു അസ്വസ്ഥത. എന്താണ് അങ്ങേ ഇത്രയും അധികം അലട്ടുന്നത്? തീയത്തു കുരുത്തത് വെയിലത്ത് വാടുകയോ? വാനോളം വളർന്നു നിൽക്കുന്ന വടവൃക്ഷത്തിന്റെ അടിവേരുകൾ ഇളകുകയോ? ഏതോ അനിഷ്ട സംഭവങ്ങൾ നടക്കും പോലെ ഒരു തോന്നൽ. ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു. ഉടുക്കിന്റെ ശബ്ദം വെടിക്കെട്ടുകാരനെ പേടിപ്പെടുത്തുന്നു. പുറമറ്റത്തെ പ്രശ്നങ്ങൾ എന്തായി? അതത്ര പെട്ടെന്ന് ഒതുങ്ങിത്തീരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ സഭകൾ തമ്മിലായി മാറിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ? യാക്കോബ സഭാംഗമായ കുന്നേൽ മത്തായി കുത്തേറ്റ് മരിച്ചതിന്റെ പിന്നിൽ പുറമുറ്റത്തെ നമ്മുടെ ചില ആളുകളുടെ പ്രേരണയുണ്ടെന്നാണ് പറച്ചില്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്പം പോലുമില്ല. പിന്നെ പുറമുറ്റം പ്രദേശങ്ങളിൽ ചില കുടുംബക്കാർ കത്തോലിക്കാ സഭയിലേക്ക് വന്ന് ഓലകൊണ്ടാണെങ്കിലും ആരാധനാലയം അവർക്കായി ഉണ്ടാക്കി. എതിർപക്ഷക്കാർ അത് പൊളിച്ചു കളഞ്ഞത് അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ ഒരു ഒന്ന് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഈ അവസരത്തിൽ തിരുമേനി അവിടെ പോകുന്നത് നന്നല്ല. അവിടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാലോ? എന്താ ഇത്? എന്താണ് പുറമുറ്റത്ത് സംഭവിച്ചത്? അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതിന് ഞങ്ങൾ പകരം ചോദിക്കും. എന്താണ് ഉണ്ടായത്? ഞങ്ങൾ അധ്വാനിച്ച് കെട്ടിയുണ്ടാക്കിയ പള്ളിയോർ പൊളിച്ചെറിഞ്ഞു. ഇത് ഞങ്ങൾ പൊറുക്കില്ല. ഞങ്ങൾ ജീവൻ തുല്യ സ്നേഹിക്കുന്ന സഭയാണ് അവർ നിർത്തത്. ഇത് ഞങ്ങൾക്ക് പൊറുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ ആരാധനാലയമാണ് അവർ നശിപ്പിച്ചത്. ഇതിനെ ഞങ്ങൾ പ്രതികാരം ചെയ്യും. ഇനി ഒരു വാക്കനുവാദം തന്നാ മതി, ബാക്കി ഞങ്ങൾ ചെയ്തുകൊള്ളാം.
എന്തു ചെയ്യാൻ പോകുന്നു? ഞങ്ങളുടെ പള്ളി പൊളിച്ചവന്റെ പള്ളി ഞങ്ങൾ കത്തിക്കും. നമ്മുടെ ആരാധന സ്ഥലത്ത് കയറി അത് അശുദ്ധമാക്കിയവന്റെ കാല് ഞങ്ങൾ തല്ലി ഓടിക്കും. പള്ളി പൊളിച്ചു കളഞ്ഞവന്റെ കൈ ഞങ്ങൾ വെട്ടിയെടുക്കും. നമ്മെ അപമാനിച്ചവന്റെ തല ഞങ്ങൾ എടുക്കും. അല്ല, തിരുമേനിയൊന്നും പറഞ്ഞില്ല. പ്രതിയോഗിയോട് പ്രതികാരം ചെയ്യാൻ ഞാൻ കൂട്ടുനിൽക്കില്ല, അനുവദിക്കുകയുമില്ല. വേണ്ട, കൂട്ടുനിൽക്കണ്ട, അനുവാദവും വേണ്ട. പക്ഷേ ശത്രുസംഹാരം ഞങ്ങളുടെ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസം പ്രാവർത്തികമാക്കാനാ ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ വരി. നിൽക്കവിടെ. ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കാനാണ് നിങ്ങളുടെ പുറപ്പാട്? അധികാരത്തിനായി ഞങ്ങളുടെ സിരകളിലെ രക്തം തിളയ്ക്കുന്നു. അത് നിവർത്തിച്ചല്ലാതെ ഞങ്ങൾക്കിനി ഉറക്കമില്ല. പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് മറ്റൊരു കാര്യം ചെയ്യണം. അങ്ങ് പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യും. എങ്കിൽ എതിർപക്ഷത്തിന്റെ പള്ളി ചുട്ടുകരിക്കും മുമ്പ് ചുട്ടരിക്കന്റെ ഈ കൂര അത് കത്തിച്ചാമ്പലാകുന്നത് ഞാൻ കാണട്ടെ. നിങ്ങൾ ദ്രോഹിച്ചവന്റെ കൈകൾ വെട്ടിയെടുക്കും മുൻപ് വെട്ടിയെറിയ എന്റെ ഈ കൈകൾ നിങ്ങളുടെ പള്ളി കയറി ആക്രമിച്ചെന്റെ കാലുകൾ തല്ലിയൊടിക്കും മുൻപ് തല്ലി തകർക്ക് എന്റെ ഈ കാലുകൾ നിങ്ങളെ നിന്ദിച്ചവന്റെ തലയെടുക്കും മുൻപ് വെട്ടിയെടുക്ക എന്റെ ഈ ശിരസ്. എന്റെ നാഥ, എന്റെ ദൈവമേ, പൊന്നു തിരുമേനി, ഞങ്ങൾ പഠിപ്പും പോരോ ഇല്ലാത്തവന്മാരാ. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കണം തിരുമേനി, ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം തിരുമേനി. എഴുന്നേൽക്ക് മക്കളെ, എഴുന്നേൽക്ക്. സഭാസ്നേഹമാണ് നിങ്ങളെ പ്രതികാരദാഹികളാക്കിയത് എന്ന് എനിക്കറിയാം. ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനുമല്ലേ കുരിശിൽ കിടന്നുകൊണ്ട് പോലും നമ്മുടെ ഗുരുനാഥൻ നമ്മെ പഠിപ്പിച്ചത്. ഇന്ന് നമുക്കൊരു പള്ളി നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് 1000 പള്ളികൾ ഉയർന്നു വരും. കണ്ണുനീരിൽ നാം ഇന്ന് വിതയ്ക്കുന്നത് സന്തോഷത്തോടെ കൊയ്തെടുക്കുന്ന ഒരു പുതിയ തലമുറ നമുക്കുണ്ടാകും. ആളുമർത്ഥവുമില്ലാതെ നാം ഇന്ന് വേദനിക്കുമ്പോൾ അതിന്റെ സമൃദ്ധിയിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ഒരു പുതിയ തലമുറ നമുക്കുണ്ടാകും. അന്ന് അവരുടെ മനസ്സിൽ നമ്മളൊക്കെ കാണും. നമുക്കത് മതി മക്കളെ, അത് മതി.